നമസ്കാരം. തെന്നിന്ത്യൻ നടി വിഷ്ണുപ്രിയയുടെ പിതാവ് സൂര്യനാരായണന്റെ കൊലപാതകത്തിന് പിന്നിൽ പ്രതികാരമെന്നാണ് സംശയം. കൊടൈക്കനാലിലെ ബംഗ്ലാവിൽ സ്വിമ്മിംഗ് പൂളിന് സമീപം മുഖത്ത് ടേപ്പ് ഒട്ടിച്ച നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കൈകൾ കെട്ടിയിട്ട നിലയിലായിരുന്നു. പോലീസ് എത്തുമ്പോഴേക്ക് സൂര്യനാരായൺ മരിച്ചിരുന്നു. ശ്വാസം മുട്ടിയാണ് മരണം സംഭവിച്ചതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി. സ്വർണ്ണാഭരണങ്ങളും CCTV ഹാർഡ് ഡിസ്കും മോഷ്ടിക്കപ്പെട്ടതുകൊണ്ട് കൊള്ളയ്ക്ക് വേണ്ടിയുള്ള കൊലപാതകം ആണെന്ന് സംശയിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ കൊലപാതകത്തിന് പിന്നിൽ 2018 ഒരു പഴയ കേസുണ്ടോ എന്നാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. വിഷ്ണുപ്രിയയുടെ കാമുകനായിരുന്ന പ്രഭാകരനെ കൊലപ്പെടുത്തിയ കേസിൽ അന്ന് പ്രതിയായിരുന്നു സൂര്യനാരായൺ. മകളുടെ ബന്ധത്തോടുള്ള എതിർപ്പായിരുന്നു അന്ന് പ്രഭാകരന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഈ സംഭവത്തിലുള്ള പ്രതികാരമാണോ വർഷങ്ങൾക്ക് ശേഷം സൂര്യനാരായണന്റെ കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ബംഗ്ലാവിൽ വിനോദസഞ്ചാരികൾക്കായി മുറികൾ വാടകയ്ക്ക് നൽകാറുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ താമസിച്ചിരുന്ന 5 യുവാക്കളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നീങ്ങുന്നത്. ഇവർ സൂര്യനാരായണനെ ആക്രമിക്കുന്നതിന് മുൻപ് ബംഗ്ലാവിലെ ജീവനക്കാരായ അറുമുഖം, മുരളി എന്നിവരെ കയറുകൊണ്ട് കെട്ടിയിട്ടിരുന്നു. ഇതിനുശേഷമാണ് സൂര്യനാരായണനെ സ്വിമ്മിംഗ് പൂളിന് സമീപം കസേരയിൽ കെട്ടിയിട്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് ശേഷം വീട്ടിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും സംഘം കവർന്നിട്ടുണ്ട്. വെറുമൊരു മോഷണമാണെന്ന് വരുത്തി തീർക്കാനാണോ ഇതെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. എന്നാൽ കൃത്യമായ ആസൂത്രണം തെളിയിക്കുന്നതാണ് CCTV ഹാർഡ് ഡിസ്ക് കൊണ്ടുപോയ നടപടി. ബംഗ്ലാവിൽ നടന്ന കാര്യങ്ങൾ പോലീസിന് ലഭിക്കാതിരിക്കാനാണ് അക്രമികൾ ഹാർഡ് ഡിസ്ക് കൊണ്ടുപോയത്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് ഇത് അന്വേഷിക്കുന്നത്. കസ്റ്റഡിയിലുള്ള ജീവനക്കാരെ ചോദ്യം ചെയ്തു വരികയാണ്. 2005 സൂര്യനായകനായ മായാവി എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയായ വിഷ്ണുപ്രിയ നിലവിൽ ചെന്നൈയിലാണ് താമസം. പിതാവിന്റെ വിയോഗ വാർത്തയറിഞ്ഞ് അവർ കൊടൈക്കനാലിൽ എത്തിയിട്ടുണ്ട്. വിഷ്ണുപ്രിയയുടെ പിതാവ് സൂര്യനാരായണന്റെ കൊലപാതകം പഴയൊരു പ്രണയപ്പകയുടെ തുടർച്ചയാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. 2018 കാർ ഡ്രൈവർ പ്രഭാകരനെ കൊട്ടേഷൻ നൽകി കൊലപ്പെടുത്തിയ കേസിൽ സൂര്യനാരായൺ പ്രതിയായിരുന്നു. അന്ന് നടന്ന ആ കൊലപാതകത്തിന്റെ വിവരങ്ങൾ ഇങ്ങനെയാണ്. തിരുവന്മിയൂർ സ്വദേശിയായ രമേശ് കൃഷ്ണനായിരുന്നു വിഷ്ണുപ്രിയയുടെ ഭർത്താവ്. മാനസികാസ്വാസ്ഥ്യത്തെ തുടർന്ന് കൊടൈക്കനാലിൽ ചികിത്സയിലായിരുന്ന ഭർത്താവിനെ കാണാൻ വരുമ്പോഴാണ് കാർ ഡ്രൈവറായ പ്രഭാകരനുമായി വിഷ്ണുപ്രിയ പ്രണയത്തിലാകുന്നത്. എന്നാൽ ഈ ബന്ധം അറിഞ്ഞ പിതാവ് സൂര്യനാരായൺ കടുത്ത എതിർപ്പിലായിരുന്നു. ഒരു ഘട്ടത്തിൽ വിഷ്ണുപ്രിയ വീട്ടിൽ നിന്നും മാറി പ്രഭാകരനൊപ്പം ഹോട്ടലിൽ താമസം തുടങ്ങുകയും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇത് സൂര്യനാരായണനെ പ്രകോപിപ്പിച്ചു. തന്റെ ആജ്ഞ ലംഘിച്ച പ്രഭാകരനെ വകവരുത്താൻ സൂര്യനാരായൺ കടുത്ത തീരുമാനമെടുത്തു. മണികണ്ഠൻ, മുഹമ്മദ്, സൽമാൻ, ഇർഫാൻ എന്നിവർക്ക് പ്രഭാകരനെ കൊല്ലാൻ 3.5 ലക്ഷം രൂപയും 13 സെന്റ് ഭൂമിയുമാണ് കൊട്ടേഷൻ തുകയായി നൽകിയത്. പ്രഭാകരന്റെ സുഹൃത്തായ സെന്തിലിനെ ഉപയോഗിച്ച് മദ്യത്തിൽ വിഷം കലർത്തി നൽകിയ ശേഷം തൊണ്ട മുറിച്ചാണ് അന്ന് 28-കാരനെ കൊലപ്പെടുത്തിയത്. കൊടൈക്കനാൽ മലനിരകളിൽ 50 അടി താഴ്ചയിലേക്ക് മൃതദേഹം തള്ളുകയായിരുന്നു. പ്രഭാകരന്റെ മരണത്തിന് പിന്നിലെ ആസൂത്രകൻ സൂര്യനാരായണനാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ കേസിൽ ജയിൽവാസം അനുഷ്ഠിച്ച ശേഷം പുറത്തിറങ്ങിയതായിരുന്നു അയാൾ. ഇപ്പോൾ സൂര്യനാരായണന്റെ വീട്ടിലെത്തിയ 5-അംഗ സംഘം അദ്ദേഹത്തെ സമാനമായ രീതിയിൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് പ്രഭാകരന്റെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ നടത്തിയ പകവീട്ടലാണോ എന്നാണ് പോലീസ് പ്രധാനമായും സംശയിക്കുന്നത്.